ദേവി അയ്യോ അനുഗ്രഹിക്കണം പിള്ളച്ച. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമസ്കാരം സർ, അനുഗ്രഹിക്കണം. നന്നായി വരൂ. ഓ എന്തൊരു ദൈവഭക്തിയുള്ള കുട്ടി. കഴിഞ്ഞ ഷോർട്ട് ഫിലിം ലൊക്കേഷനിൽ ഡയറക്ടർ തല്ലിറങ്ങിയപ്പോഴാണ്. ശരിക്കും ഇനിയും തല്ലോടി സൂക്ഷിച്ചോ. ഇല്ലേ? ഓ ഓ നിങ്ങൾ നേരെ വിട്ടോ. ആരത്? പിള്ളച്ച എനിക്ക് ഇല്ലടാ, ഇത്രേ ഉള്ളൂ. അപ്പോൾ തുടങ്ങാം. ഡാടാ എന്താ പരിപാടി? ഒന്നും കാണുന്നില്ല പിള്ളച്ച. ഓ ഇല്ലെങ്കിലേ അവൻ കണ്ണോട്ടാ. ഇനി നോക്കിയേ, ഒരല്പം ഫോക്കസ് ഔട്ട്. അത് പണ്ടേ ഉള്ളതാ. കുക്കർ പൊട്ടിത്തെറിച്ചെൻ്റെ കളറിങ്ങി പിടിക്കാം. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിള്ളച്ച ഞാനെ വിളിച്ച ഗുണ്ട ഗുണ്ട. ഓ മനുഷ്യൻ പേടിപ്പിക്കലോടാ. എന്നാ നിങ്ങളാ ഓട്ട് അങ്ങോട്ട് മാറുന്നു. സീനാകുമ്പോ വിളിക്കണേ. ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം നിശാന്ത് ചോക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാരിജാതം ചുവന്നപ്പോൾ എന്ന ഷോർട്ട് ഫിലിമിന്റെ ലൊക്കേഷനിലാണ് ഗായ്സ്. ഇവിടെ കിടിലാണ് ഗായ്സ്, എല്ലാവരും ഫുൾ വൈബിലാണ് ഗായ്സ്. ഈ ഒരു ഷോർട്ട് ഫിലിം ഹിറ്റ് ആവാൻ പോവുകയാണ് ഗായ്സ്. ഇതാണ് നമ്മുടെ ഷോർട്ട് ഫിലിം ഡയറക്ടർ ചന്ദ്രൻ പിള്ള. ഗായ്സ് ഇതാണ് ഗായ്സ് നമ്മുടെ നായിക. ഗായ്സ് നമുക്ക് വേറൊരാളെ കൂടി പരിചയപ്പെടാനുണ്ട് ഗായ്സ്. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ. ഗായ്സ് ഇവർ പൊളിക്കും. ഒരു മിനിറ്റ്. എടാ ഓക്കെ അല്ലേ? ഇത് പോരെ? കുറച്ചുകൂടെ തള്ളേണ്ടി വരും. എടാ തള്ളാണ്, തള്ളി മറക്കാണ്. ഈ പടമൊന്ന് കഴിഞ്ഞോട്ടെ, ഒരു 1 മില്യൺ വ്യൂ ആക്കി തരാം. അത് പോരെ? മതി. പക്ഷെ എന്റെ പേയ്മെന്റ് പേയ്മെന്റ് ഒക്കെ സെറ്റാക്കി തരാം. പിള്ളേച്ചോട് പറഞ്ഞു പേയ്മെന്റ് അങ്ങനെയാണെങ്കിൽ ഞാൻ പൊളിക്കും. ശരി. എടാ എനിക്കൊന്ന് പോണം, എനിക്കൊരു പരിപാടി ഉണ്ട്. ഒരു ജനപ്രിയനെ അപ്രിയനാക്കാണ്ട് അവന് പേയ്മെന്റ് തരാൻ ഒരു മടി. എന്നോട് അവന്റെ കളി. അതിന് പടം കണ്ടായിരുന്ന? എടാ റിവ്യൂ ചെയ്യാൻ പടം കാണുന്നു, പിന്നെ അല്ല അത് മാറണ്ട്. മറ്റേ ആ എസ് ആയിട്ട് അഭിനയിക്കാൻ തന്നെ കാണാനടാ. അറിയാം, പിള്ളേച്ചനോട് പറയാമായിരിക്കുമായിരുന്നു. ആ പോലീസ് വെച്ച് പിള്ളേച്ചനെ കൂടെ ഞാനാ ഇന്ന് പോയ താമസം കളിക്കാതെ. പിള്ളേച്ച പോലീസ് വേഷത്തിൽ വന്നു കഴിഞ്ഞോണ്ടല്ലോ, ധാനി സുരേഷ് ഗോപയാ. പിള്ളേച്ചനൊന്ന് നോക്കിയേ, ആ പൗരുഷം, ആ ശബ്ദഗാംഭീര്യം, ഇതൊക്കെ വേറെ ആർക്കുണ്ട് പിള്ളേച്ച? പിള്ളേച്ചനത് ചെയ്യുന്നേ. ആ വേഷം പിള്ളേച്ചൻ ചെയ്യും പിള്ളേച്ച. പിന്നെ പിള്ളേച്ച, ഈ ഡയറക്ടർ എന്നുള്ള പേര് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതേ നല്ലതൊക്കെ തന്നെ, പക്ഷെ 4 പേര് തിരിച്ചറിയത്തില്ല. മറിച്ച് അഭിനയിച്ചു കഴിഞ്ഞുണ്ടല്ലോ 4 പേര് തിരിച്ചറിയും. പിന്നെ പിള്ളേച്ചൻ ആരാ? ഫാൻസ് പവർ, പിന്നെ ഉദ്ഘാടനം, ഓട്ടോഗ്രാഫ്, ഇതൊക്കെയാ ട്രെൻഡ് ഇപ്പോ. ഇതെന്തത്? എന്തെങ്കിലും ആയിരിക്കും. എന്താ പിള്ളേച്ച? ഇവനെന്ത് തേങ്ങ ചേട്ടാ, ഒന്നും മനസ്സിലാവണല്ലോ. പിള്ളേച്ചനത് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കാണുന്നവരത് കണ്ടിട്ട് ഓരോ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊള്ളും. അതിനല്ലേ പിള്ളേച്ച ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്നത്. ആണോ? പിന്നല്ല. Yo guys, check it out. Yeah, that's it. It's the time for show of Mr. Pillacha. Oh Pillacha, enda Pillacha, ee control engane vannacha. Again. Oh Pillacha, enda Pillacha, Pillacha. ee control engane vannacha. Pillacha. Got it. ഹലോ, വെള്ളയാ, ഇന്നാ റിലീസ്. 9 മണിക്ക്. ഒന്ന് മാറിയെന്ന് വിളിച്ച. കാണണം കേട്ടോ, അഭിപ്രായം പറയണേ. ആരാ വിളിച്ച? ആരാധകരെ. ഡയറക്ടർ ചന്ദ്രൻ പിള്ള. പിള്ളച്ച ടെൻഷൻ ഉണ്ട് പിള്ളച്ച? ചെറുതായിട്ട്. അത് പിന്നെ കാണില്ലേ, കഞ്ഞിപ്പടമല്ലേ റിലീസാവാൻ പോകുന്നത്. കഞ്ഞിപ്പടോ? കഞ്ഞിപ്പടമല്ലടാ, കന്നി മാസത്തിന്റെ നീ. ഓ പടാ, നീ എവിടം കൊണ്ടാടാ കേൾക്കുന്നത്? എടാ ഇതെന്താ തുടങ്ങാത്തേ? പിള്ളച്ച 9 മണിക്കല്ലേ പിള്ളച്ച സ്ട്രീമിങ്? ഇപ്പോൾ ആവും. പിന്നെ പുറത്ത് പോയി ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പം പോയി കുടിച്ചു. അതെന്താ? പടം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പിള്ളേച്ചിനെ പഴയ പോലെ പുറത്തൊന്നും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. മറ്റേ ഫാൻസ്, പവർ, സെൽഫി. ചേച്ചി, ഡയറക്ടറുടെ ഭാര്യ. ഓ പിന്നെ നീ ഒന്ന് പോയേ. സെലിബ്രിറ്റി ആയ ഞാനാട്ടോ മാനേജർ. ഒന്ന് പോടാറുന്നു. പടം തുടങ്ങാറി. എടാ ഇതിൻ്റെ അകത്ത് തന്നെ അല്ലേ ഇത്?
നീ എവിടെയായിരുന്നു? വാ. ഞാൻ പിന്നെ പിള്ളച്ച നമ്മുടെ ഇന്നത്തെ സ്ട്രീമിംഗ് ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? നമുക്ക് 2 കൊല്ലം കഴിഞ്ഞ് വെക്കാം. ഞാൻ പറഞ്ഞില്ലേ? അത് ശരിയാവില്ല. സുഭക്ഷ്യ സീക്രം. പിന്നല്ല, നമുക്ക് കാണാം. ഞാൻ ഒന്ന് മൂത്രമൊഴിച്ചിട്ട് വരെ. പോ. എന്നാ പിന്നെ ഞാനിവിടെ നിന്ന് മൂത്രം ഒഴിച്ചോട്ടെ. കമ്പനിക്ക് വേണം. പറയാം. എടാ എന്താടാ സാധനം ഞാൻ കണ്ടു. കട്ട ഷോവോ. നീ കണ്ടാ? എഡിറ്റ് എടുത്ത് വെച്ച് കണ്ടു. എവിടെ വളി? ആക്ടിങ് പാളി. ആക്ടിങ് അല്ല, അത് മാത്രല്ല വാളിയല്ലോ, നമുക്ക് എഡിറ്റിംഗ് ഉണ്ടല്ലോ. എഡിറ്റിംഗ് നൈസായിട്ട് പാടിയിട്ടുണ്ട്. പോടാ. എന്നാ പിന്നെ ബിജിഎത്തി പിടിക്കാം. BGM നല്ല കട്ട ഷോവോ. ആണോ? ആ. അപ്പൊ പിന്നെ ഡയറക്ഷനോ? കട്ട ഷോവോ ആണ് അളിയ. സ്ക്രിപ്റ്റ് മാത്രം നന്നായിട്ട് കാര്യമുണ്ടോ? എൻ്റെ പൊന്നളിയ, ഞാൻ ഇവിടെ നിന്നല്ലേ ശരിയാവൂല. ഞാനും പോവാ. നിക്കടാ. പോടാ ഇവിടെ നിന്ന്. എനിക്ക് വേറെ പണിയുണ്ട്. പോയാ. എടാ ഇപ്പുറത്തെ ലിങ്ക്. അതെ, എനിക്ക് ഡയറക്ടർ ജോഷിയായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. എന്നാ ഞാൻ പോകട്ടെ. കണ്ടിട്ട് പോടാ. ഇനി ഇവിടെ ഒന്ന് കൊണ്ടോട്ട് കൊണ്ടുവരും. അല്ല, സ്ട്രീമിംഗ് ചെയ്യല്ലോ ഓൺലൈനിൽ. ഓക്കെ, എവിടെയും പോയി തൊലി. എന്തിനാ? വന്നു ഇത് തന്നെ. നിന്റെ ചുണ്ടിലെ തേൻ നുകരാൻ എന്റെ ഹൃദയം വെമ്പുകയാണ്. ഹേ കാമുക, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ചുണ്ടിൽ തേനീച്ചക്കൂട് ഒരുക്കിയിരിക്കുന്നു. ആ തേനിന്റെ ലഹരിയിൽ നിന്നെ ഞാൻ ആറാടിക്കാം. പ്രിയേ, അതിലും വലിയ ലഹരി ഞാൻ നിനക്ക് നൽകട്ടെ. ലഹരിയുടെ മായാലോകത്തേക്ക് വരൂ, നമുക്കൊരുമിച്ച് പോകാം. വരൂ കാമാലിക, എന്റെ പ്രകൃതിയെ പിറ്റി തിന്നാൻ ഞാൻ അനുവദിക്കില്ല. അയ്യോ, അരുത്, അരുത്. ആരോ വരുന്നുണ്ട്. ഈ പനിനീർ പുഷ്പത്തെ ജകളൊത്തിപ്പിച്ച് ചിന്തിക്കോട്ടെ. എന്ത് കൂറാപരിപാടി. നിന്നെ ഞാൻ ചതിക്കുകയായിരുന്നു. കാമാലികമാരെ, എന്നെ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. എന്നെ രക്ഷിക്കൂ. നിങ്ങൾ ആരാണ്? എന്റെ മോടെ പിറന്നാളാണ്. നിങ്ങൾ എല്ലാരും വരണം, നിങ്ങൾ എല്ലാരും വരണം. ഇതെന്താടാ? വന്നേക്കാം, പൊക്കോ. DYSP സുനിത IPS നിങ്ങളെ പോലെ പ്രകൃതിയെ നശിപ്പിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാൻ വന്ന അവതാരമാണ് ഞാൻ. മാത്രമല്ല, എന്നെ പോലെ മറ്റൊരു അവതാരം കൂടെയുണ്ട്. സൂപ്പർ പിള്ളേച്ച മുഖസ്തുതി പറയാമെന്ന് വിചാരിക്കരുത്. പിള്ളേച്ചൻ്റെ അഭിനയവും ഡയറക്ഷനും ഒരു രക്ഷയില്ല. ഇനി പിള്ളേച്ചനൊരു രക്ഷയില്ല. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിള്ളേച്ച, ഇപ്പൊ ഒരു അഭിമാനമൊക്കെ തോന്നുന്നില്ലേ? ഇതല്ല പിള്ളേച്ച, കമന്റ് ബോക്സ് കണ്ട പിള്ളേച്ചൻ അഭിമാനം കൊണ്ട് പൊളയും. ആണോ? എന്താ പിന്നെ വെച്ചേ? കണ്ണ് പിടിക്കണ്ട, നീ അത് വായിച്ചേ. ഡയറക്ടർ പിള്ള സൂപ്പർ, പടം അടിപൊളി, അഭിനയം സൂപ്പർ, കൊള്ളാം. എന്റെ മാമ കണ്ണടിച്ചു വന്ന് തെറിയരുത്. സത്യം. ഞാൻ നെഗറ്റീവ് വിട്ടവന്റെ അഡ്രസ് തന്നെ അവന്റെ വീട്ടിൽ കയറി തല്ലണം അവനെ. പിള്ളേച്ച ശത്രുക്കളാ പിള്ളേച്ച. പിള്ളേച്ച ഇതൊന്നും കാര്യം വെക്കണ്ട. നമുക്ക് നമ്മുടെ നിശാന്ത് ബ്രോ ഇല്ലേ, മറ്റേ യൂട്യൂബ്, പുള്ളിയുടെ നോക്കാം. പുള്ളിയുടെ റിവ്യൂ വരുമ്പോൾ സാധനം കയറും. ഇവന്മാരൊക്കെ ചമ്മും. അവനെടുക്ക്. ഹലോ ഗായ്സ്, ദിസ് ഈസ് ചോക്ക്. പാരിജാതം ചുവന്നപ്പോൾ ഡയറക്റ്റഡ് ബൈ ചന്ദ്രൻ പിള്ള. നല്ല അടിപൊളി കൂതറ മലങ്കൾട്ട് സാധനം. ഒരു കാര്യത്തിൽ ഡയറക്ടർ അഭിനന്ദനം അറിയിക്കുന്നു.
ഇമാതിരി ഐറ്റം ഒക്കെ സിനിമയാക്കാതെ 20 മിനിറ്റ് ഷോർട്ട് ഫിലിമാക്കി ജനങ്ങളുടെ ക്യാഷ് കളയായിരുന്നതിന്. പാരിജാതം ചുവന്നപ്പോൾ എന്നതിന് പകരം അവരാതം ചുമന്നപ്പോൾ എന്ന പേരിട്ടിരുന്നെങ്കിൽ കൂടുതൽ യോജിച്ചേനെ. ഇവനൊക്കെ ക്യാമറയും തൂക്കി ഇമാതിരി പണിക്കിറങ്ങാതെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ഞാൻ നാറിയെ വിളിച്ച കാശ് വാങ്ങിച്ചിട്ട് നാറി. ആ വിളിയോ എടാ എടാ നാറി എന്ത് പോകരുതടാ നീ കാണിച്ചേ? പൈസ മേടിച്ചെന്താ നീ പോസിറ്റീവ് റിവ്യൂ ഇടാഞ്ഞ്? എന്റെ പൊന്നളിയ, സാധാരണ നെഗറ്റീവ് റിവ്യൂ ഇട്ടാലാണ് നാട്ടുകാരനെ തെറി വിളിക്കാറ്. ഇതെങ്ങനും പോസിറ്റീവ് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെന്നെ തല്ലി ഓടിക്കൂടാ. പൈസ തിരിച്ചെന്നേക്കാം. എന്റെ അമ്മേ കൂറ സാധനം. നിങ്ങളുടെ ഒരു ഒടുക്കത്തെ ഷോർട്ട് ഫിലിം മാറിയോട്ട്. പിള്ളച്ച സംഭവം ഹിറ്റായില്ലേ? അടുത്ത പടത്തിലും എന്നെ തന്നെ DOP ആക്കണം. നീ വന്നേ. എൻ്റെ അമ്മ എടാ മാക്ക, നീ എന്താ ഇവിടെ? അപ്പുറത്തെ വീട്ടിലെ നേഴ്സുകളെയും ഇന്നലെ തൊട്ട് കാണാനില്ല. കർത്താവേ, ഒളിച്ചോട്ടം. എന്റെ എന്റെ സുമേ, പിള്ളേച്ചന് നിന്നെ വേണ്ടെങ്കിൽ അവരെവിടെങ്കിലും പോയി സുഖമായി ജീവിക്കട്ടെ. Yeah! Yo guys, check it out! Yeah, that's it! It's the time for show of Mr. Pillai! Oh, Pillacha, Ayanda Pillacha, ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ? Again, oh Pillacha, എന്താ പിള്ളച്ച ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ? How man? പണ്ട് പിള്ളച്ചൻ കുടിക്കണ പട്ടച്ചാരായം, ഇന്ന് പിള്ളച്ചൻ കുടിക്കണ വിസ്കി ബ്രാൻഡിയും. Come on. ഓ പിള്ളച്ച എന്താ പിള്ളച്ച ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ? Man, you're unbelievable. This is Pillachan, he's wonderful. Got a lot of money, just beautiful. This Pillachan means share of love. Yo bro, live like Pillachan. പണ്ട് പിള്ളേച്ചൻ വലിക്കണ കാജാ ബീഡി, ഇന്ന് പിള്ളേച്ചൻ വലിക്കണ 555. ഓ പിള്ളേച്ച എന്റെ പിള്ളേച്ച ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ? എടാ മോനെ. പണ്ട് പിള്ളേച്ചൻ കറങ്ങണ ഓട്ടോറിക്ഷയിൽ, ഇന്ന് പിള്ളേച്ചൻ പറക്കണത് എയ്റോപ്ലെയിനിൽ. ഓ പിള്ളേച്ച എന്റെ പിള്ളേച്ച ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ? Again. ഓ പിള്ളേച്ച എന്താ പിള്ളേച്ച ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ?